ഈ മൈലാഞ്ചി ഇവിടെ കിടത്തോട്ടെ ഏമോ വിടറാ വീഴും മുന്നോട്ട് വീട് പോട്ട് പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു. ഭയങ്കര മഴയായിരുന്നു വൈകിട്ട്, മഴയും കാറ്റും. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. അവിടെ കാറ്റുണ്ടായത് നമ്മൾ അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് അറിയത്തില്ല. എന്നാലും അത്യാവശ്യം കാറ്റുണ്ടായിരുന്നു. നല്ലൊരു മഴ പെയ്തു. മഴ തോർന്നപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചിക്കൻ മസാല, പിന്നെ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാൻ കണ്ടു, സേമിയ കൊണ്ടുള്ള കേട്ടോ. ആ പായസം ഒന്ന് വെച്ച് നോക്കണം. സക്സസ് ആകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ ലിക്വിഡ് തീർന്നായിരുന്നു. വെളിച്ചെണ്ണ പറഞ്ഞില്ല, ചക്ക ഉപ്പേരി വറക്കാൻ നേരത്തെ നമ്മൾ വെളിച്ചെണ്ണ കമ്മിയായിരുന്നു. പിന്നെ ഇത് തേങ്ങ കേട്ടോ. പിന്നെ ഇത് ഞാൻ സോസേജ് വാങ്ങിച്ചതാണ്. പിന്നെ രാത്രിയിലത്തേക്ക് എടുക്കാമെന്നുണ്ട്. പുളിപ്പില്ലാത്ത തൈരും വാങ്ങിച്ചിട്ടുണ്ട്. ഇച്ചിരി ഇന്ന് രാത്രിയിലത്തേക്ക് മാത്രം. പിന്നെ ഇന്നെന്താണ്, ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല. ഇപ്പം അങ്ങനെ അധികം ആരെയും കാണുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് പഴുത്തേക്ക് കിട്ടി, വന്ന വഴിക്ക് കിട്ടിയാണ്. നാളെ ഇത് നമുക്ക് ചക്കപ്പുട്ടോ പെരളിയോ കുമ്പളപ്പോ എന്തെങ്കിലും ഉണ്ടാക്കും. ഭക്ഷണേരം ഉണ്ടായിരുന്നെങ്കിൽ കുമ്പളപ്പം ഉണ്ടാക്കാനും താഴെ നോക്കണം. ഇറങ്ങി പോകാനൊന്നും വയ്യാത്തുണ്ടാക്കാം. അവിടെ എല്ലാം കാടൊക്കെയാണ്. നോക്കാം. കുമ്പളപ്പത്തിന് മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. മണം വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് കഴിക്കാൻ തോന്നും. പിന്നെന്താണ് ഇന്നത്തെ എത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് ജപിച്ചിട്ട് വന്ന് ഈ അത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാം എന്ന് വിചാരിച്ചു. രാവിലെ ചോറ് വെക്കാൻ മറന്നു പോയതല്ല, ചോറ് വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് വീണ്ടും അത് വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചങ്ങ് പോയതാട്ടോ. ചോറുണ്ണാത്തോണ്ട്, ഉച്ചയ്ക്കും ചോറുണ്ടില്ല. ചോറുണ്ണാത്തോണ്ട് ഒരു തളർച്ച പോലെയൊക്കെ ഉണ്ട്. ഞാൻ കൂട്ടാൻ വെച്ചു, സലാഡ് വെച്ചു. അപ്പൊ ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കട്ടെ. വരിക്കച്ചക്കയുടെ ചോളക്കണക്കിന് തുടുത്തുടുത്തൊരു കല്യാണി. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചത് കേട്ടോ. ഇത് ഇത്രയും ജീര റൈസ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് ചുമ്മാ ഇച്ചിരി റൈസ് വെക്കും. അതൊന്ന് കളർഫുൾ ആയിട്ടിരിക്കാൻ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കേട്ടോ. അത്രേ ഉള്ളൂ. ഇങ്ങനെയേ ഉള്ളു. നാളെ നമ്മളൊരു ദിവസം വാങ്ങിച്ചതിന്റെ ബാലൻസ് ഇരുന്നതാ. കുറച്ച് സവാളയും ഒരു തക്കാളി 2 പച്ചമുളകും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്യാരറ്റ് നമുക്കൊരു ഇച്ചിരി സാലഡിനകത്തില്ല കേട്ടോ. മിൽക്ക് വെസ്റ്റിന്റെ പുളിപ്പില്ലാത്ത തൈരില്ലേ, അതാട്ടോ. ഈ തൈര് ഇഷ്ടമാണ്.
നമുക്കിതെടുക്കാം. അരിയാം. അരിഞ്ഞു. ഇനി നമുക്ക് സവാളയും തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുപ്പൊന്ന് റെഡിയാക്കാം. നമുക്കിത് സവാള അരിഞ്ഞെടുക്കാം. തക്കാളി നമ്മൾ അരച്ചെടുക്കും. എന്നിട്ട് നമുക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് സോസേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. സോസേജ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇത് എങ്ങനെ കഴിക്കുമെന്നൊക്കെ തോന്നിയിട്ട് ഇതെല്ലാം അരച്ചെടുത്തതാന്നൊക്കെ പറഞ്ഞിട്ട് വറുത്ത് കോരി വെച്ചേക്കുവാ. ചോറൊക്കെ വെന്തു ഞാൻ വാർത്തേക്കും. എല്ലായിടത്തും കോള് വന്നതുകൊണ്ടാണ് വീഡിയോ എടുക്കാനിടെ ചോറ് ഞാൻ വാർത്തേക്കുമായിരുന്നു. പാത്രത്തിലോട്ടൊന്ന് ആക്കട്ടെ. ഇത്രയും ചോറുണ്ട്. ഞാൻ വെച്ച് കുറച്ചേ കാണത്തുള്ളൂ. നമ്മുടെ കറി ഏകദേശമൊക്കെ റെഡിയായി. നമ്മൾ അവസാന മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാൻ. നമ്മുടെ കറിയൊക്കെ റെഡിയായി. ചോറും റെഡിയായി. ഇനിയും കഴിച്ചാലും കഴിക്കാം അല്ലേ? എട്ട് മണിയൊക്കെ കഴിഞ്ഞു. കഴിക്കാം. ഈ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പിന്നെ കുഞ്ഞിനപ്പം ഉണ്ടാക്കി അതിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പറാട്ടോ. സാലഡ്, നമ്മുടെ ചോറ്. എന്തൊരു കളറാന്ന് നോക്കിക്കേ. കറുവപ്പട്ടയാട്ടോ, അല്ലാതെ പ്രാണികളൊന്നും അല്ല. നല്ല ഭംഗിയുണ്ട്. ചോറ് വിളമ്പാം. ചോറ്, സാലഡ്, നമ്മുടെ സോസേജ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. ഒട്ടും വിചാരിക്കാത്ത അത്താഴമാണ് കേട്ടോ. ഞാൻ വന്ന വഴിക്ക് ആലോചിച്ച അത്താഴമാണിത്. അപ്പോൾ കഴിക്കട്ടെ. അല്ലാതെ മുൻകൂട്ടി ഒന്നും തീരുമാനിച്ചതല്ല, ആലോചിച്ചത് പോലും അല്ല കേട്ടോ. ഇന്ന് രാത്രി നമുക്കിത് കഴിക്കാം. അപ്പോൾ കഴിക്കട്ടെ. എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. നമുക്കിനി നാളെ കാണാം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.